കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ഇന്നത്തെ കോൺഗ്രസ്സുകാരോട് ധാർമ്മികതയും ന്യായവും നീതിയും ഒക്കെ പറയുന്നതിന് വല്ല കാര്യമുണ്ടോ? അധികാരമില്ലാത്തതിന്റെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. ഇലക്ഷൻ അടുത്തിരിക്കുന്നു, എങ്ങനെയെങ്കിലും അധികാരം തിരികെ പിടിക്കണം. അതിനെന്തും ചെയ്യും, ഏത് നെറികേടും അവർ കാണിക്കും. എന്നിട്ട് ഈ സോയയുടെ പാർട്ടിയാണല്ലോ ഗാന്ധിയന്മാര്, ആ കോൺഗ്രസ് ആണല്ലോ ഗാന്ധിസം. പക്ഷെ അവരൊക്കെ ഇപ്പൊ പറയുന്ന വർത്തമാനം നിങ്ങൾ കേട്ടില്ലേ? ഏത് തരത്തിലുള്ള ധിക്കാരത്തിന്റെയും അക്രമത്തിന്റെയും ഭാഷയാണ്. എന്നിട്ട് ആ അക്രമത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലാതെ ഒരു കവളത്ത് കിട്ടിയാൽ മറ്റേ കവളം കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഗാന്ധിമാരെന്നല്ലോ അവര്. എന്തായാലും അവർക്ക് പോലും ആ ഗാന്ധി നിലപാടിനോട് യോജിപ്പില്ലെങ്കിൽ പിന്നെ കിട്ടിയത് വാങ്ങിച്ച് വീട്ടിൽ പോയി ഇരിക്കുന്നവരല്ലല്ലോ ഇടതുപക്ഷം എന്ന നാട്ടിലെല്ലാവർക്കും അറിയാലോ. അത് വഴിയേ അറിഞ്ഞോളൂ. വി ഡി സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും തെമ്മാടിത്തരം നിറഞ്ഞ അക്രമ സമരങ്ങളിലേക്ക് KSU കോൺഗ്രസും പോകുന്നത് നാട്ടിൽ അരാജകത്വം സൃഷ്ടിച്ച് മൊത്തം പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാനാണെന്നാണ്. ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞൊരു കേസുണ്ടല്ലോ ഇതേ കണ്ണൂരിൽ, അതും ഇങ്ങനെ തന്നെ നിങ്ങളൊരു തന്ത്രമായിരുന്നു. ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. എങ്ങനെയായിരുന്നു ആ സമരം? അത് ഗാന്ധിയൻ മാർഗത്തിലുള്ള സമരമായിരുന്നു. PPP മുസ്തഫ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞത് ഗാന്ധിയൻ മാർഗത്തിലുള്ളതായിരുന്നു. അതല്ല ഉദ്ദേശം. ഉമ്മൻചാണ്ടി വന്നിട്ട് ഫോട്ടോ കാണിക്കൂ, ഉമ്മൻചാണ്ടി വന്നിട്ട് വീഡിയോ കാണിക്കൂ എന്നൊക്കെയാണോ പറഞ്ഞത്? അങ്ങനെയാണോ ന്യായീകരിച്ചത്? അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആരെയാ കാണാൻ പോയത് ഈ സംഭവം കഴിഞ്ഞിട്ട്? പിണറായി വിജയൻ പറഞ്ഞത് ഒരാളുടെ ചങ്കിൽ കൊണ്ട കല്ല് തിരിച്ച് തെറിച്ച് കാറിന്റെ ചില്ല് പൊട്ടുക, അതൊക്കെ എങ്ങനെ സംഭവിച്ചെന്നാണ് ചോദിച്ചത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ സംഭവം എടുത്തിട്ട് ഇപ്പൊ എന്തിനാ? ഒരു സമീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, നിങ്ങൾ ഗാന്ധിയൻ മാർഗത്തിന്റെ സമരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. സമീകരണം അല്ല VP മുസ്തഫ, രണ്ടും തെറ്റാണ്. അക്രമ സമരങ്ങൾ തെറ്റാണ്. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഗാന്ധിയൻ മാർഗത്തിലെ സമരരീതിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.